ഹായ് വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ആസ്ട്രോളജിക്കൽ ടിപ്സാണ്. ഇത് വളരെയധികം ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു ടിപ്സാണ്. അതുകൊണ്ട് ഈ വിവരം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഹനുമാൻ്റെ ഗുണങ്ങൾ ചില വ്യക്തികളിൽ അധികമായി കാണുന്നു. ആ വ്യക്തികൾ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഹിന്ദു വിശ്വാസപ്രകാരം ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഭഗവാനാണ് ഹനുമാൻ. അഞ്ജനപുത്രനായ ഹനുമാൻ ശ്രീരാമഭക്തൻ എന്ന് അറിയപ്പെടുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായും ഭയം മനസ്സിൽ നിന്നും ഇല്ലാതാകുന്നതിനും സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനും വേണ്ടിയും പലരും ഹനുമാനെ ചാലിസ ജപിക്കാറുണ്ട്. മറ്റു ദേവന്മാരെ അപേക്ഷിച്ച് ഹനുമാൻ്റെ സ്വഭാവത്തിലും അനവധി സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് താഴെ പറയുന്ന സ്വഭാവ ഗുണങ്ങളുണ്ടെങ്കിൽ ഭഗവാൻ ഹനുമാൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. ഈ ഗുണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നിങ്ങളെ വിശ്വസിക്കുന്നവരോട് തിരിച്ച് വിശ്വസ്തത പുലർത്തുക. ഒരു വ്യക്തി നമ്മളെ പൂർണ്ണമായും വിശ്വസിച്ചാൽ അവർ നൽകുന്ന അതേ വിശ്വാസത്തിൻ്റെ അളവിൽ തിരിച്ച് വിശ്വാസത്തോടെ പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. കാരണം ശ്രീരാമനോടും സീതാദേവിയോടും ഹനുമാൻ നിലനിർത്തിയിരുന്നതും ഇതേ വിശ്വാസവും ആത്മസമർപ്പണവുമായിരുന്നു. നിസ്വാർത്ഥനായിട്ടാണ് അദ്ദേഹം ഭഗവാൻ ശ്രീരാമൻ്റെ കൂടെ നിലനിന്നത്. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിൽ പോകുമ്പോൾ തൻ്റെ ശക്തിയും ധൈര്യവും തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി സമർപ്പിച്ച് ഹനുമാൻ മറന്നില്ല. അതിനാൽ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരിൽ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ ഗുണവും ദർശിക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത് നേതൃത്വ ഗുണമാണ്. നേതൃത്വ ഗുണത്തിൽ മുന്നിൽ നിൽക്കുന്ന ദേവനാണ് ഹനുമാൻ. വാനരപ്പടയെ മൊത്തത്തിൽ ഭഗവാൻ ശ്രീരാമന് ആയി ഒന്നിപ്പിച്ച് നയിക്കാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചിട്ടുണ്ട്. ഭിന്നത കാണിക്കാതെ തങ്ങളെ പിന്തുടർന്നവരെ ശരിയായ രീതിയിൽ നയിക്കാനും അവർക്ക് വേണ്ട ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനും ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു. അതിനാൽ തന്നെയാണ് രാവണപ്പടയെ തോൽപ്പിക്കാൻ വാനരന്മാർ ശ്രീരാമനെ സഹായിച്ചത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു കൂട്ടം ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിനായി മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. ക്ഷമ. ഹനുമാൻ സ്വാമിയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ. ഓരോ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്തെടുക്കാൻ മാത്രമാണ് കൈവരിക്കുകയുള്ളൂ. അതിനുദാഹരണമാണ് രാവണന് മുൻപിൽ സധൈര്യം ചെന്നതും എത്ര പ്രകോപനപരമായ അന്തരീക്ഷത്തിലും ദേഷ്യപ്പെടാതെ നിലനിൽക്കാൻ സാധിച്ചത്. അതും എത്ര വലിയ പ്രതിസന്ധിയിൽ പോലും ഹനുമാൻ തൻ്റെ ക്ഷമ നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വിജയം കൈവരിക്കാനും സാധിക്കും. അതാണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരായിട്ട് നമുക്ക് നിങ്ങളെ കരുതാവുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. കാരണം അവരും ഈ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫ്രണ്ട്സ്.